ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ മാർക്സിയൻ ട്വിസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മാർക്സിയൻ ട്വിസ്റ്റ് നമുക്ക് ആദ്യം എന്താണെന്ന് മനസ്സിലാക്കാം. എ മാർക്സിയൻ ട്വിസ്റ്റ് റെഫേഴ്സ് ടു അപ്ലൈയിങ് എ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്, അതായത് കാർൾ മാർക്സിന്റെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉപയോഗിക്കുന്നതിന് ടു റീഇന്റർപ്രറ്റ് ഓർ അനലൈസ് എ സിറ്റുവേഷൻ, ഒരു സാഹചര്യത്തെ പുനർവ്യാഖ്യാനിക്കുന്നതിനോ അല്ലെന്നുണ്ടെങ്കിൽ വിലയിരുത്തുന്നതിനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു തിയറിയെയോ ഒരു സിറ്റുവേഷനെയോ പുനർവ്യാഖ്യാനിക്കുന്നതിനോ വിലയിരുത്തുന്നതിനോ വേണ്ടിയിട്ട് കാർൾ മാർക്സിന്റെ ആശയങ്ങൾ ഉപയോഗിക്കുന്നതിനെയാണ് ഈ മാർക്സിയൻ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് മാർക്സിയൻ തിയറിയെ പറ്റി ഓൾറെഡി ഒരു വീഡിയോ ഇട്ടുണ്ട്, അതിൽ ലിങ്ക് ഇട്ടേക്കാം, അത് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോയിൽ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു തിയറി അല്ലെങ്കിൽ ഒരു ഇവന്റ് ഇതൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ദിസ് ടിപ്പിക്കലി ഇൻവോൾവ്സ് വ്യൂവിംഗ് ഇറ്റ് ത്രൂ ദ ലെൻസ് ഓഫ് ക്ലാസ് സ്ട്രഗിൾ. അതായത് ഇദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിളിൽ വരുന്നതാണ്, മാർക്സിന്റെ പ്രിൻസിപ്പിൾ വരുന്നതാണ് ക്ലാസ് സ്ട്രഗിൾ. അതെല്ലാം ആ വീഡിയോയിലുണ്ട് കേട്ടോ. പിന്നെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം, പിന്നെ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, അതായത് സാമ്പത്തികമായിട്ടുള്ള ചൂഷണങ്ങൾ ആൻഡ് പവർ ഡൈനാമിക്സ്, ഇതെല്ലാം ഞാൻ ആ വീഡിയോ പറയുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കാണുക. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ ആശയങ്ങളിലൂടെ ഒരു ഇവന്റിനെയോ തിയറിയോ അല്ലെങ്കിൽ സിറ്റുവേഷനോ വിലയിരുത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് മാർക്സിയൻ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് പരിശോധിക്കാം. അതിൽ ഒന്നാമത് പറയുന്നത് മാർക്സിയൻ ട്വിസ്റ്റ് ഓൺ ഹിസ്റ്ററി. ഇപ്പൊ ഹിസ്റ്ററിയിലാണ് നമ്മൾ ഈ മാർക്സിയൻ ട്വിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ വുഡ് എംഫസൈസ് ഹൗ എക്കണോമിക് ഫോഴ്സസ് ആൻഡ് ക്ലാസ് കോൺഫ്ലിക്ട്സ്, എങ്ങനെയാണ് എക്കണോമിക് ഫോഴ്സസും ക്ലാസ് കോൺഫ്ലിക്ട്സുകളും, ഓക്കെ, ഇങ്ങനെയുള്ള ഈ കോൺഫ്ലിക്റ്റുകൾ ഷേപ്പ് ഹിസ്റ്റോറിക്കൽ ചേഞ്ച്, എങ്ങനെ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് ചരിത്രപരമായിട്ടൊരു ഒരു മാറ്റം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഈ മാർക്സിയൻ ട്വിസ്റ്റ് ഹിസ്റ്ററിയിൽ അപ്ലൈ ചെയ്താൽ കിട്ടുന്നത്. ഓക്കെ, റാദർ ദാൻ ഫോക്കസിങ് ഓൺലി ഓൺ ഗ്രേറ്റ് ലീഡേഴ്സ് ഓർ ഐഡിയാസ്, ഗ്രേറ്റ് ലീഡേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇതിൽ വരുന്നത്, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു വ്യൂവിൽ വരുന്നത്. ഓക്കെ, അടുത്തത് എ മാർക്സിയൻ ട്വിസ്റ്റ് ഓൺ ലിറ്ററേച്ചർ, സാഹിത്യത്തിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലോ മൈറ്റ് അനലൈസ് ഹൗ എ നോവൽ, ഉദാഹരണത്തിന് ഇപ്പം നോവൽ ഒരു ലിറ്ററേച്ചർ ആണല്ലോ, ഒരു രചനയാണ്, ഒരു സാഹിത്യമാണ്. ഈ ഒരു നോവൽ റിഫ്ലക്ട്സ് ഓർ ക്രിട്ടിക്സ്, ഈ നോവൽ എങ്ങനെ നിരൂപിക്കുന്നു, വിമർശിക്കുന്നു, എന്തിനെ വിമർശിക്കുന്നു, ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനെയും, അതായത് ക്യാപിറ്റലിസ്റ്റുകളുടെ ചൂഷണത്തെയും ആൻഡ് ക്ലാസ് റിലേഷൻസിനെയൊക്കെ എങ്ങനെ വിമർശിക്കുന്നു എന്നാണ് ഈ ലിറ്ററേച്ചറിൽ ഇത് അപ്ലൈ ചെയ്താൽ കിട്ടുന്നത്. ഇനി ഇതിന്റെ ടെക്നോളജിയിലെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്? എ മാർക്സിയൻ ട്വിസ്റ്റ് ഓൺ ടെക്നോളജി കുഡ് എക്സ്പ്ലോർ ഹൗ ഇന്നോവേഷൻ, അതായത് പുതിയ കണ്ടെത്തലുകൾ, പുതിയ സാങ്കേതിക വിദ്യയുടെ പുതിയ കണ്ടെത്തലുകൾ അത് ആരാണ്, അത് പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈസ് ഡ്രിവൺ ബൈ ക്യാപിറ്റലിസ്റ്റ് പ്രോഫിറ്റ് മോട്ടീവ്സ്, അതായത് ക്യാപിറ്റലിസ്റ്റുകൾ, മുതലാളിമാർ അവരുടെ ലാഭേച്ഛ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നത്, പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം റാദർ ദാൻ പ്യുവർ ഹ്യൂമൻ പ്രോഗ്രസ്, അവരെന്തിൽ ഫോക്കസ് ചെയ്യുന്നില്ല, പ്യുവർ ഹ്യൂമൻ പ്രോഗ്രസ്സിൽ ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു വ്യൂ ആണ്, ഇങ്ങനെ ഒരു അനലൈസ് ആണ് ഏതിൽ ടെക്നോളജിയിൽ ഇത് അപ്ലൈ ചെയ്താൽ ഇങ്ങനെ ഒരു അനലൈസ് ആണ് നടത്തുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ എസെൻസ് ആഡിങ് എ മാർക്സിയൻ ട്വിസ്റ്റ് മീൻസ്, അതായത് ഒരു മാർക്സിയൻ ട്വിസ്റ്റ് ആഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഇന്റർപ്രറ്റിംഗ് സംതിങ്, അതായത് എന്തിനെങ്കിലും പുനർവ്യാഖ്യാനിക്കുക, അതാണ് ഇതിന്റെ മീനിങ്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പുനർവ്യാഖ്യാനം നടത്തുന്നത്? ടു ഹൈലൈറ്റ് ഹൗ ക്യാപിറ്റലിസം, അതായത് ഈ ക്യാപിറ്റലിസം, ലേബർ ആൻഡ് ക്ലാസ് സ്ട്രഗിൾ ഇൻഫ്ലുവൻസ്, ഇതൊക്കെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇതിനെ എങ്ങനെ സ്വാധീനിക്കുന്നു, അപ്ലൈ ചെയ്യുന്ന ഏതിലാണോ അപ്ലൈ ചെയ്യുന്നത് അതിനെ എങ്ങനെയൊക്കെ ഇതൊക്കെ സ്വാധീനിക്കുന്നു എന്നത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതിനാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.